വെൽക്കം ടു CMR ലേൺ സ്റ്റഫ്. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഷേക്സ്പിയർ സ്റ്റഡീസിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ചില ഭാഗങ്ങൾ, അതായത് ബ്ലോക്ക് 1, 2, 3 ഇത്രയും ഭാഗങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഭാഗങ്ങളിലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഏരിയാസ്, അവിടെ നിന്ന് നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ചില ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നത്, ഏത് രീതിയിലാണ് അത് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് ജസ്റ്റ് ഒരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് കൊടുത്തതാണ്. അതായത് ആ ഒരു പാർട്ടിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനകത്ത് ആദ്യം 2 മാർക്സിന് വന്നിട്ടുള്ളത് ക്യൂബിൾസാണ്. ദെൻ നെക്സ്റ്റ് ഒരു സെക്ഷനിൽ ഡിസ്കസ് ദ സോഷ്യോ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് ഓഫ് എലിസബത്ത് ഇൻ ഇംഗ്ലണ്ട് റിഫ്ലക്റ്റഡ് ഇൻ ഷേക്സ്പിയേഴ്സ് വർക്ക്സ്. അപ്പോൾ ആ ഒരു 5 മാർക്സിന് നിങ്ങൾ എഴുതുന്ന സമയത്ത് സോഷ്യോ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യത്തെ ഫസ്റ്റിലെ ഒരു ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനകത്തുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സുകൾ ഉൾപ്പെടുത്തിയിട്ട് അത് ഏതെല്ലാം വർക്കിലൂടെയാണ് നമുക്കിത് ഷേക്സ്പിയറിൻ്റെ വർക്കിലൂടെയാണ് നമുക്കിത് മനസ്സിലാവുന്നത് എന്നുള്ള എക്സാമ്പിൾ സഹിതം വേണം നിങ്ങളത് എഴുതാൻ. ദെൻ അത് കഴിഞ്ഞിട്ട് അനലൈസ് ദി യൂസ് ഓഫ് ഡ്രമാറ്റിക് ഐറണി ഇൻ ഷേക്സ്പിയേഴ്സ് പ്ലേസ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. അതിനകത്തും ഐറണി എന്താണ് എന്നുള്ളത് ആദ്യം എഴുതണം. അതിനുശേഷം ഷേക്സ്പിയറിൻ്റെ വർക്കിനകത്ത് ഏതെല്ലാം ഭാഗങ്ങളിലാണ് ഇത് കാണുന്നത്. അപ്പോൾ നമ്മൾ സോളിലോക്കി, ഐറണി, അങ്ങനെയുള്ള കുറേ ഡിസ്ഗൈസ് ഇതെല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനകത്ത് ലാസ്റ്റ് ഐറണി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഐറണി എന്താണെന്ന് എഴുതണം. അത് കഴിഞ്ഞതിന് ശേഷം ഷേക്സ്പിയറിൻ്റെ വർക്കിനകത്ത് ഏതെല്ലാം കാര്യങ്ങളിലാണ്, ഏതെല്ലാം വർക്കിനകത്താണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതും, ഏത് കോൺവെർസേഷൻ ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഇൻസിഡൻറ്റിനെ വെച്ചിട്ടാണെങ്കിൽ അത് നിങ്ങൾ ഓർത്ത് പോവുക. ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മതിയാവും. Then next one, examine Shakespeare's contribution to the English language through his works. അതായത് ഷേക്സ്പിയറിൻ്റെ കോൺട്രിബ്യൂഷൻ, ഇംഗ്ലീഷ് ലാംഗ്വേജിന് ഷേക്സ്പിയറിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ ഇത് ഇങ്ങനെ പറയാനുള്ള കാരണം, ആദ്യം ജനറലായിട്ട് നമ്മൾ ഷേക്സ്പിയറിൻ്റെ കോൺട്രിബ്യൂഷൻ ടു ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നുള്ളത് എഴുതുക. അതിനുശേഷം അദ്ദേഹം ഒരുപാട് വാക്കുകൾ ഇംഗ്ലീഷിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഏതൊക്കെ വാക്കുകളാണ്, ഏതൊക്കെ ഫ്രേസസ് ആണ്, അങ്ങനെയുള്ള പ്രോവർബ്സുകളൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനത്തെ ഉള്ളതൊക്കെ ഏതൊക്കെയാണെന്നുള്ളത് അതിൽ വ്യക്തമായിട്ട് ഞാൻ ഇങ്ങനെ പോയിൻ്റാക്കി കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഓർമ്മയിൽ വെച്ച് പോയിട്ട് എഴുതുക. അതുപോലെ തന്നെ ഏതെല്ലാം വർക്കിലാണ് എന്നുള്ളത് കൂടി നിങ്ങളുടെ ടെക്സ്റ്റിനകത്തുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങൾ കൂടി കുറച്ചും കൂടി നോക്കിയിട്ട് പോവുക. അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. നെക്സ്റ്റ് നമ്മൾ എസ്സേക്ക് വരുന്ന സമയത്ത് അനലൈസ് ദ എവല്യൂഷൻ ഓഫ് ഷേക്സ്പിയേഴ്സ് ഡ്രമാറ്റിക് കരിയർ ഫ്രം ഹിസ് ഏർലി എക്സ്പെരിമെൻ്റൽ വർക്ക്സ് ടു ഹിസ് ഫൈനൽ റൊമാൻസസ്, എക്സാമിനിങ് ദ ഡ്രമാറ്റിക് ആൻഡ് സ്റ്റൈലിസ്റ്റിക് ചേഞ്ചസ്. ഇനി നെക്സ്റ്റ് എസ്സേയിലേക്ക് വരുന്ന സമയത്ത് അനലൈസ് ദി എവല്യൂഷൻ ഓഫ് ഷേക്സ്പിയേഴ്സ് ഡ്രമാറ്റിക് കരിയർ ഫ്രം ഹിസ് ഏർലി എക്സ്പെരിമെൻ്റൽ വർക്ക്സ് to his final romances, examining the thematic and stylistic changes. ഇത് എഴുതുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിയാമോ അതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റും. അതായത് ഇങ്ങനെ ഒരു ടോപ്പിക്സിൻ്റെ താഴെയുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടൊന്നും നമുക്ക് ടെക്സ്റ്റിനകത്ത് വ്യക്തമായിട്ടൊന്നും ഉണ്ടാവില്ല. മറിച്ച് നമ്മൾ ബ്ലോക്ക് 1-നകത്ത് യൂണിറ്റ് 1, 2, 3 4th യൂണിറ്റിലേക്ക് എത്തുമ്പോൾ നമ്മൾ ക്രിറ്റിസിസമാണ് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നേ വരെയുള്ള 3 യൂണിറ്റിനകത്തും കംപ്ലീറ്റ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഏർലി വർക്ക്സുകൾ ഏതൊക്കെയാണ്, അതുപോലെ അവിടുന്ന് മുതൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ലേറ്റ് വർക്ക്സുകൾ ഏതൊക്കെയാണ്, അതുവരെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ, അതിൽ എന്തെല്ലാം തീംസുകൾ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്, എന്തെല്ലാം ചേഞ്ചസുകൾ വന്നിട്ടുണ്ട് ഓരോ കാലത്തിനനുസരിച്ച്, അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ ഡ്രമാറ്റിക് കരിയറിനെ കുറിച്ച് കംപ്ലീറ്റ് നമുക്ക് അറിയുന്നത് എഴുതാൻ പറ്റും. എസ്സേ നമുക്ക് അത്രയും കൂടുതൽ എഴുതാനും ഒരുപാട് പോയിൻറ്റ്സുകൾ നമുക്ക് ഈ 3 യൂണിറ്റിനകത്ത് നിന്നും കിട്ടുന്ന രീതിയിലാണ് ആ ഒരു എസ്സേ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒരു എസ്സേ വരികയാണെങ്കിൽ നിങ്ങളത് മാക്സിമം നന്നായിട്ട് എഴുതാൻ ശ്രമിക്കുക. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഇതിനകത്ത് 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസിനകത്ത് ഷേക്സ്പിയറിൻ്റെ സോണറ്റ്, അതിൻ്റെ ജനറലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, ഓരോ ലൈൻസിനെ ബേസ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് സോണറ്റിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈൻസുകൾ, അല്ലെങ്കിൽ ഫേമസ് കോഴ്സുകളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം അണ്ടർലൈൻ ചെയ്തിട്ട് മനസ്സിലാക്കി പോവുക. അത് എന്തിനെ ആണ് പറയുന്നത്, അല്ലെങ്കിൽ അതിനകത്തുള്ള ഏതെങ്കിലും ഒരു ഭാഗം ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു കോണ്ടെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം, അത് നിങ്ങൾ മനസ്സിലാക്കി പോവുക. അതായത് ലൈൻസ് വരുമെന്ന് കരുതി നമുക്ക് കംപ്ലീറ്റ് ലൈൻസും ബൈ ഹാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ പറ്റില്ല. നമുക്കറിയാം ഒരു 2-3 ലൈൻസ് കണ്ടു കഴിഞ്ഞാൽ അത് എന്തിനെ ഉദ്ദേശിച്ചെന്ന് അറിയാം. പക്ഷേ ചില സമയത്ത് ഒരു 8 ലൈനൊക്കെ തരുന്ന സമയത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നോക്കിയിട്ട് പോകണം. പിന്നെ ജനറലായിട്ട് ഇതിൻ്റെ ഷേക്സ്പിയറിയൻ സോണറ്റിൻ്റെ സ്ട്രക്ചർ ചോദിക്കുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ അതുപോലെ വർക്കിനകത്ത് ഡ്രാമക്കകത്ത് വരുമ്പോഴും ടെമ്പസ്റ്റിലാണെങ്കിലും അതുപോലെ തന്നെ
ബാക്കിയുള്ള വർക്കിനകത്തൊക്കെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ സമ്മറി പഠിക്കുന്ന സമയത്ത് എല്ലാ വർക്കിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പോകും. ജസ്റ്റ് ഒരു സമ്മറി അങ്ങോട്ട് പഠിച്ചിട്ട് പോകരുത്. സമ്മറിക്കകത്ത് തന്നെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിനകത്തുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾ, എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോട്ട് ചെയ്ത് പോവുക. അതെല്ലാം ഇങ്ങനെ 2 മാർക്സിന് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് കിട്ടാനും അതേപോലെ നമ്മൾ ചെറിയൊരു അശ്രദ്ധ കൊണ്ട് തന്നെ നമ്മൾക്ക് മാർക്ക് പോവാനും പറ്റുന്നൊരു ഏരിയയാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ, അതായത് വർക്കുകൾ പഠിക്കുന്ന സമയത്ത് ഡ്രാമയോ സോണറ്റ് പോയിംസൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ അങ്ങനത്തുള്ള ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള കോട്സുകളോ അല്ലെങ്കിൽ ചില കോൺവെർസേഷൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭാഷണങ്ങളൊക്കെ ഉണ്ടാകും ഡ്രാമയൊക്കെ ആകുമ്പോൾ ഫേമസ് ആയിട്ടുള്ളത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എപ്പോഴും നോട്ട് ചെയ്തിട്ട് പോവാം. നെക്സ്റ്റ് നമ്മൾ 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ്ക്ക് വരുമ്പോൾ എക്സാമിൻ ദ ഇൻഫ്ലുവൻസ് ഓഫ് സെനീക്കൻ ട്രാജഡി ഓൺ ഷേക്സ്പിയേഴ്സ് ഡ്രമാറ്റിക് സ്റ്റൈൽ. നമ്മളത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് യൂണിറ്റ് ബ്ലോക്ക് 1 സെക്കൻഡ് യൂണിറ്റിൽ ഈ സെനീക്ക എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ അത് ഷേക്സ്പിയറിൻ്റെ വർക്കുമായിട്ട് എന്താണ് കണക്ഷൻ എന്നുള്ള അത്രയും കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സെനീക്ക ആരാണ്, എന്താണ് അവരുടെ വർക്കിൻ്റെ സ്പെഷ്യാലിറ്റി, അതെങ്ങനെയാണ് ഷേക്സ്പിയറിൻ്റെ വർക്കിലുള്ളത്, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ ഓർത്ത് വെച്ചിട്ട് കൃത്യമായിട്ട് എഴുതുക. എല്ലാം എഴുതുമ്പോഴും ഷേക്സ്പിയറിൻ്റെ എക്സാമ്പിൾസ് മറക്കാതെ എഴുതണം. നെക്സ്റ്റ് വൺ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സോളിലോക്കി ആൻഡ് ആസ് ഡ്രമാറ്റിക് ടെക്നിക്സ് ഇൻ ഷേക്സ്പിയേഴ്സ് പ്ലേസ്. ഇതും ഒരു ജനറൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സോളിലോക്കി എന്താണ്, അസൈഡ് എന്താണ് എന്നുള്ളത് വ്യക്തമായിട്ട് ആദ്യം എഴുതുക. എന്നിട്ട് ജനറലായിട്ട് വില്യം ഷേക്സ്പിയറിൻ്റെ വർക്കിനകത്ത് വർക്കുകളെ എക്സാമ്പിൾ കൊടുത്തിട്ട് അതും ഡീറ്റെയിൽ ആയിട്ട് എഴുതും. അതും ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എഴുതാൻ പറ്റും. ദെൻ ഇനി നമ്മൾ ടെംപെസ്റ്റിനെ കുറിച്ചും ഹാംലെറ്റിനെ കുറിച്ചും ക്ലാസ് എടുത്തിട്ടില്ല. എന്നാലും ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതുന്ന രീതി ഞാൻ പറയാം. അനലൈസ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് സൂപ്പർനാച്ചുറൽ ഇൻ ദ ടെംപെസ്റ്റ് ആൻഡ് ഹാംലെറ്റ്. അപ്പോൾ ടെംപെസ്റ്റും ഹാംലെറ്റും പഠിക്കുന്ന സമയത്ത് അവിടുത്തെ സൂപ്പർനാച്ചുറൽ എലിമെൻറ്റ്സ് എന്താ നമുക്ക് കിട്ടും. പക്ഷെ അതിന് മുന്നേ തന്നെ ഈ സൂപ്പർനാച്ചുറൽ എലിമെൻറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസ് ഷേക്സ്പിയറിൻ്റെ വർക്കിൽ എന്താണ് എന്നുള്ളത് ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്സേ അല്ലെങ്കിൽ ഏതാണെങ്കിലും അത് ഒരുപാടൊന്നും എഴുതാൻ അറിയില്ലെങ്കിലും ആ ക്വസ്റ്റ്യൻ്റെ ഏത് ക്വസ്റ്റ്യനാണോ വന്നിരിക്കുന്നത് അതിൻ്റെ ജനറൽ ആയിട്ടുള്ള കാര്യം എഴുതുക. അതിൻ്റെ കൂടെ ഏത് വർക്കാണോ ചോദിച്ചിട്ടുള്ളത് വെച്ചാൽ അതും എഴുതുമ്പോൾ നമുക്ക് കുറച്ചും കൂടിയും കൂടുതൽ കാര്യങ്ങൾ എഴുതാൻ പറ്റും. അപ്പോൾ എല്ലാം നമ്മൾ കൃത്യമായി പഠിച്ചു പോയാലാണ് എവിടെ നിന്നെല്ലാം നമുക്ക് എഴുതാൻ പറ്റും എന്നുള്ളത് അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഓരോ യൂണിറ്റും പഠിക്കുന്ന സമയത്ത് അതിനുള്ളിൽ ഇന്ന കാര്യങ്ങളാണുള്ളതെന്ന് വ്യക്തമായി ഓർത്ത് പോവുക. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്തിട്ട് എഴുതാൻ പറ്റും. ദെൻ ഇനി വരുന്ന ക്വസ്റ്റ്യൻസ്, അതായത് 15 മുതൽ 18 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മളെടുത്ത് കഴിഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഞാനിവിടെ പറയുന്നില്ല. അതിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്യാം, എക്സാമിൻ്റെ മുന്നേയായിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ആ ഭാഗങ്ങളിൽ നിങ്ങൾക്ക് അതൊരു പെർട്ടിക്കുലർ വർക്കിൻ്റെ ആയതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാവും. പക്ഷേ നിങ്ങൾ അടുത്ത എസ്സേ നോക്കുന്ന സമയത്ത് എല്ലാ വർക്കും എക്സാമ്പിളായിട്ട് ഏതെങ്കിലും ഒരു വർക്കിനെ കുറിച്ച് തന്നെയാണ് നമുക്ക് എസ്സേ വരുന്നത്. പക്ഷേ അതിൻ്റെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ആദ്യം ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ എപ്പോഴും യൂണിറ്റ് 1 മുതൽ യൂണിറ്റ് 1 ബ്ലോക്ക് 1 യൂണിറ്റ് 1, 2, 3 അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെയാണ് നമ്മൾ വർക്കിലൂടെയൊക്കെ പോകുന്നത്. അപ്പോൾ ഓരോ ഭാഗത്തേക്ക് എത്തുന്ന സമയത്തും ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ആദ്യം എഴുതേണ്ടത്. അപ്പോൾ ഈ 3 യൂണിറ്റ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. കാരണം നിങ്ങൾക്ക് എസ്സേ എഴുതുമ്പോഴും 5 മാർക്സിൻ്റെ എഴുതുന്ന സമയത്തൊക്കെ എക്സാമ്പിൾ മാത്രമാണ് ആ വർക്കിൽ പറയുന്നുള്ളൂ. അപ്പോഴൊക്കെ അതിൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ആഡ് ചെയ്തിട്ടാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. ക്രിട്ടിക്കലി എക്സാമിൻ ദ മേജർ ലിറ്റററി എലമെൻറ്റ്സ് ഷേക്സ്പിയർ എംപ്ലോയ്സ് ഇൻ ഹിസ് ട്രാജഡീസ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ട്രാജഡി എന്താണ്, ഷേക്സ്പിയർ ട്രാജഡി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് അദ്ദേഹം ഏതെല്ലാം കാര്യങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ്, ഇതെല്ലാം പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ സംഭവങ്ങൾ ഹാംലെറ്റിലുണ്ടോ എന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്ക് എഴുതിയതിന് ശേഷം ഹാംലെറ്റ് എഴുതുമ്പോൾ നമുക്ക് എസ്സേ അത്യാവശ്യം നിങ്ങൾക്ക് മാർക്ക് കിട്ടാനുള്ളതാവും. അതുപോലെ തന്നെയാണ് കമ്പയർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് റിവെഞ്ച് ആസ് എ തീം ഇൻ ഹാംലെറ്റ് ആൻഡ് ദ ടെംപെസ്റ്റ്. അവിടെയും ഈ റിവെഞ്ച് എന്ന് പറയുന്നത് അദ്ദേഹം ട്രാജഡിയിൽ അദ്ദേഹം മെയിനായിട്ട് കൊടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതും അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നുള്ളതും നിങ്ങൾ വ്യക്തമായിട്ട് എഴുതിയതിന് ശേഷം മാത്രമാണ് പിന്നെ അത് ഹാംലെറ്റിലും അതുപോലെ ടെംപെസ്റ്റിലും എങ്ങനെയാണ് ഷേക്സ്പിയർ യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് എഴുതേണ്ടതുള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞത് ഇതൊരു പെട്ടെന്നുള്ളൊരു വീഡിയോ ആയിരുന്നു. ഞാൻ ജസ്റ്റ് എപ്പോഴും നിങ്ങൾ സ്റ്റോറീനെ അല്ലെങ്കിൽ ഒരു ഭാഗത്തെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് സമ്മറീനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് എഴുതുന്ന സമയത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നത് ജനറൽ ആയിട്ടാണ്. ഷേക്സ്പിയറിൻ്റെ 2 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എല്ലാ ക്വസ്റ്റ്യൻസും, അതായത് ഒരു സെക്കൻഡ് ബ്ലോക്ക് മുതൽ
സെക്കൻഡും തേർഡും ബ്ലോക്കിനകത്തുള്ള കംപ്ലീറ്റ് വർക്ക്സുകളും നമ്മളോട് ചോദിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഷേക്സ്പിയറിൻ്റെ ലിറ്റററി സ്റ്റൈൽ എങ്ങനെയാണ് അതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ആ വർക്കിലേക്ക് പോകുന്നത്. ഇപ്പോൾ റിവെഞ്ച് ആണെങ്കിലും ലിറ്റററി സ്റ്റൈലാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ടെക്നിക്സുകളും എല്ലാം എങ്ങനെയാണ് ഇന്ന വർക്കിൽ ഇന്ന വർക്കിൽ എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്തിട്ടുള്ളത് എന്ന രീതിയിലാണ് അത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ആദ്യത്തെ 3 ബ്ലോക്കിൻ്റെ പ്രാധാന്യം നന്നായി മനസ്സിലാക്കുക. പിന്നെ അതുമാത്രമല്ല ഫസ്റ്റ് ബ്ലോക്കിലെ 3 യൂണിറ്റും വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ 4ാമത്തെ യൂണിറ്റിലേക്ക് വരുന്ന സമയത്ത് ഷേക്സ്പിയറിയൻ ക്രിറ്റിസിസമാണ് ചോദിക്കുന്നത്. ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് അത്. ആ ഭാഗത്ത് നമുക്ക് പിന്നെ ഒരു 6 or 7 റൈറ്റേഴ്സ് എങ്ങനെയാണ് വില്യം ഷേക്സ്പിയറിനെ വിമർശിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് ക്രിട്ടിക്കലി അനലൈസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ സെക്കൻഡ് ബ്ലോക്കിലേക്ക് വരുന്ന സമയത്ത് സെക്കൻഡ് ബ്ലോക്കിലും തേർഡ് ബ്ലോക്കിലും ഷേക്സ്പിയറിൻ്റെ വർക്കുകളുണ്ട്. സെക്കൻഡ് ബ്ലോക്കിൽ കംപ്ലീറ്റ് ഉണ്ട്. തേർഡ് ബ്ലോക്കിലേക്ക് എത്തുന്ന സമയത്ത് അഡാപ്റ്റേഷൻസ് ആണ്. അപ്പോൾ രണ്ടിലും ഷേക്സ്പിയറിൻ്റെ വർക്കുകളെ വെച്ചിട്ട് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്ന ഒരാൾക്കാണ് എസ്സേക്ക് അത്യാവശ്യം കൂടുതൽ എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ട് രണ്ടിനും ഒരേപോലെ പ്രാധാന്യം കൊടുത്തിട്ട് നിങ്ങൾ എക്സാമിന് പോവുക. അപ്പോൾ നിങ്ങൾക്ക് വല്ലാതെ മാർക്ക് കുറയില്ല. അതുപോലെ തന്നെ 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പമാണ് നമുക്ക് തോന്നും. പക്ഷേ 2 മാർക്സ് ഡയറക്റ്റ് വരും. ഇപ്പോൾ സോളിലോക്കി എന്താണ്, അതുപോലെ ഐറണി എന്താണ്, ഡിസ്ഗൈസ് എന്താണ്, ഇങ്ങനെ ഡയറക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ ബുദ്ധിമുട്ടില്ല. അതേസമയം സെക്കൻഡ് ബ്ലോക്കിനകത്തും തേർഡ് ബ്ലോക്കിനകത്തൊക്കെയുള്ള സോണറ്റിൻ്റെ ലൈന് തന്നിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള വർക്കിനകത്തുള്ള ഏതെങ്കിലും ഒരു ഡയലോഗ് തന്നിട്ടോ ഇത് ഏത് വർക്കിൽ ഏത് കോണ്ടെക്സ്റ്റിലാണ് അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ വർക്കിൻ്റെ ജസ്റ്റ് സമ്മറി കഥ മനസ്സിലാക്കി പോകുമ്പോൾ അത് കിട്ടില്ല. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ ഏതെങ്കിലും ഒരു ലൈൻ ഇമ്പോർട്ടൻ്റ് ഉണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം അതിനകത്ത് എടുത്തു പറയുന്നുണ്ടോ എന്നുള്ളത് നോട്ട് ചെയ്ത് പോവുക. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡ് 2 മാർക്സിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ എളുപ്പമായിരിക്കും. ജസ്റ്റ് സമ്മറിയിൽ ഒരിക്കലും നമുക്ക് ആ ഒരു ആൻസറിലേക്ക് എത്താൻ കഴിയില്ല.